നമസ്കാരം കേരള. കരുത്താർജിച്ച പ്രചരണങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, മുന്നണി തർക്കങ്ങൾ, രാഷ്ട്രീയ മുതലെടുപ്പുകൾ, അങ്ങനെ നീണ്ട വോട്ട് പിടുത്തങ്ങളുടെ ഒടുവിൽ ഇന്നത്തെ നിശബ്ദ പ്രചരണങ്ങൾക്കൊടുവിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതവും സമാധാനപൂർണവുമായി വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞു. കേരള പോലീസും കേന്ദ്രസേനയുമാണ് വോട്ടെടുപ്പിന് കർശന സുരക്ഷയൊരുക്കുന്നത്. സംസ്ഥാനത്ത് 25,231 ബൂത്തുകളാണ് ഇക്കുറിയുള്ളത്. 13,272 സ്ഥലങ്ങളിലായി ഒരുക്കിയ ഈ ബൂത്തുകളുടെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷയ്ക്കുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറാണ് പോലീസ് വിന്യാസത്തിന്റെ നോഡൽ ഓഫീസർ. പോലീസ് IG അർഷിത അട്ടല്ലൂരിയെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായും നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ 20 ജില്ലാ പോലീസ് മേധാവികളുടെ കീഴിൽ പോലീസ് ജില്ലകളിലെ 144 ഇലക്ഷൻ സബ് ഡിവിഷൻ മേഖലകളാക്കിയിട്ടുണ്ട്. ഓരോന്നിന്റെയും ചുമതല DYSP അല്ലെങ്കിൽ SP-മാർക്കാണ്. 183 DYSP-മാർ, 100 ഇൻസ്പെക്ടർമാർ, 4,540 SI ASI-മാർ, 23,932 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, 2,874 ഹോം ഗാർഡുകൾ, 4,383 ആംഡ് പോലീസ് ബറ്റാലിയൻ അംഗങ്ങൾ, 24,327 CPO-മാർ എന്നിവരാണ് സംസ്ഥാനത്ത് സുരക്ഷയൊരുക്കുക. കൂടാതെ 62 കമ്പനി സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. ഇതിൽ 15 കമ്പനി മാർച്ച് 3-നും 21-നുമായി സംസ്ഥാനത്തെത്തിയിരുന്നു. ബാക്കി 47 കമ്പനി സേന തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ഏപ്രിൽ 20-ന് എത്തുകയും ചെയ്തതാണ്. പ്രശ്നബാധിതമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേന ഉൾപ്പെടെ അധിക പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട്. CAPF-ൽ നിന്നുള്ള 4,464 പേരെയും തമിഴ്നാട്ടിൽ നിന്നും 1,500 പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനു കീഴിലും ക്രമസമാധാന പാലനത്തിനായി 2 വീതം പെട്രോൾ ടീമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാകാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടാതിരിക്കാൻ ദ്രുതകർമ്മസേനയെയും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വിന്യസിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്താൻ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് ഗ്രൂപ്പ് പെട്രോൾ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.